വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ ലക്ഷദ്വീപ് പോവാണ്. യൂറോപ്പൊക്കെ കറങ്ങി നമ്മൾ നമ്മൾ ലക്ഷദ്വീപ് വിടുകയാണ്. ഇത് ജിനെക്സ്, നമ്മുടെ കൊളീഗ്സ് ഉണ്ട്, അവർ എല്ലാവരും നമ്മൾ പോണ്. എനിക്ക് സെറ്റല്ലേ? സെറ്റ് പൊളിക്കന്നെ. അതെ, അപ്പോൾ എല്ലാവരും 1-2 പേർക്ക് ലോഞ്ച് ആക്സസ് കിട്ടി. അപ്പോൾ അവർ അവിടെ പോയിട്ട് നമ്മളെന്തെങ്കിലും കഴിക്കാനുള്ള നമ്മുടെ കൂടെയുള്ള ഇത് റെഗില, മിന്നു, വേറെ 2 പേരും കൂടി ഉണ്ട്. അവർ ലോഞ്ചിൽ കയറി നമ്മളെന്താണ് ഓർഡർ ചെയ്യണ്ടല്ലോ. അതവിടെ ഞങ്ങൾ സാൻഡ്വിച്ച് പാക്കറ്റൊക്കെ. റെഗില സെറ്റല്ലേ? നമ്മൾ ഫ്ലൈറ്റ് നമ്മൾ ലേറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പൈലറ്റ് എത്തിയിട്ടില്ലാന്നോ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഉണ്ടെന്നോ പറഞ്ഞു. അതെ, ഇവിടെ നമ്മുടെ ഇതെന്ത് സാധനം? അതെ, നമ്മുടെ 2 പേര് നേരത്തെ പറഞ്ഞ ലോഞ്ചിലുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ ലേറ്റ് ആവും. അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ ബോർഡിങ് തുടങ്ങി. ഇവരായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ടീംസ്. ഇവരും നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, ജെറൽ ആൻഡ് സന്ത. നമ്മൾ പോകുന്നത് അലൻസേറിൻ്റെ ചെറിയ കുട്ടി ഫ്ലൈറ്റിൽ ATR ആണ്. അങ്ങനത്തെ കുട്ടി ഫ്ലൈറ്റ് മാത്രമേ അവിടെ ഇറങ്ങത്തുള്ളൂ ലക്ഷദ്വീപിൽ. ലക്ഷദ്വീപിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെയുണ്ട്. നിങ്ങൾക്കത് ഓൾറെഡി അത് റെഫർ ചെയ്യാവുന്നതാണ്. നമ്മൾ പോകുന്നത് പാക്കേജ് എടുത്തിട്ടാണ്. നമ്മൾ ട്രിപ്പ് അൺടോൾഡിൻ്റെ 4 നൈറ്റ് 5 ഡേ ആ പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. എന്തായാലും റിയലി എക്സൈറ്റഡ്. നമ്മൾ ലക്ഷദ്വീപ് ഞാൻ പണ്ട് പ്ലാൻ ചെയ്ത ട്രിപ്പായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ആഫ്റ്റർ എനിക്ക് തോന്നുന്നു ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ 6 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ആണ് അത് ഓണായിരിക്കുന്നത്. പറഞ്ഞേട്ടാ, എടുത്ത് ചാടല്ലേ നെക്സ്റ്റ് എന്ന് പറഞ്ഞു. നോക്കി വെച്ചോ. അതെ അതെ, ഓക്കെ. പിന്നെ നോക്കിയേ. ഹലോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഈ ലക്ഷദ്വീപിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഫാക്ട്സ് ഉണ്ട്. ഫസ്റ്റ് ഈ ലക്ഷദ്വീപ് ഒരു ഡിസ്കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെരമൻ പെരുമാൾ കിങ്ങിൻ്റെ സമയത്താണെന്നാണ് മനസ്സിലായത്. പുള്ളി ഇസ്ലാം റിലീജിയനിലേക്ക് കൺവേർട്ട് ചെയ്ത് മെക്കയിലേക്ക് പോകുന്ന വഴി ഒരു ഐലൻഡിൽ പെടുമായിരുന്നു. ബോട്ട് അവിടെ ഇടിച്ചിട്ട് അതാണ് ഇന്നത്തെ നമ്മുടെ ബംഗാരം ഐലൻഡ്. സോ അങ്ങനെയാണ് കുറേ കഥകൾ ഇതിന് പുറകിലുണ്ട്. പിന്നീട് പോർച്ചുഗൽ ഇൻവേഷൻ അങ്ങനെയൊക്കെ ഇതിന് പുറകെയായിട്ട് ഉണ്ടെന്നാണ് നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി തപ്പിപ്പോയപ്പോൾ മനസ്സിലായത്. സോ എന്തായാലും ഇന്നത്തെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഏകദേശം 36 ഐലൻഡ് കൂടിയിട്ടുള്ള ഒരു ദ്വീപാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ടെറിട്ടറിയാണ് യൂണിയൻ ടെറിട്ടറി, നമ്മുടെ പോണ്ടിച്ചേരിയൊക്കെ പോലെ. ആൻഡ് അവിടെ ഏകദേശം 11-12 ഐലൻഡിലാണ് ഹാബിറ്റേറ്റ് ഉള്ളത്. അല്ലാതെ വേറെ കുറച്ച് ഐലൻഡ്സിൽ എനിക്കൊന്ന് റിസോർട്ട്സ് മാത്രമായിട്ടും കൂടിയുണ്ട്. പിന്നെ ലക്ഷദ്വീപിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് നമ്മൾ ഒഫീഷ്യലി നോക്കുമ്പോൾ കാണുന്നത് മലയാളവും ഇംഗ്ലീഷ് ആണെങ്കിലും അവരുടെ ആൾക്കാർ ലോക്കൽ ലാംഗ്വേജ് ഉണ്ട്, അവർക്കത് ജസര എന്നാണ്. നമ്മുടെ മലയാളവും എല്ലാം കൂടി ഒരു മിക്സാണ്. മലയാളം തന്നെ, പക്ഷേ എല്ലാം നമുക്ക് പെട്ടെന്ന് കേട്ടാലൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ആലുവ എടക്കോടും മുകളിൽ കൂടെ പൊങ്ങി നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളിതാ ലക്ഷദ്വീപിൻ്റെ ഓരോ ഐലൻഡ്സൊക്കെ കണ്ട് തുടങ്ങി ഫ്രണ്ട്സ്. അങ്ങനെ കടലിൻ്റെ നിറം ആകെ ബ്ലൂയിഷ് ആയിട്ടിരിക്കുന്ന കടലും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓരോ ചെറിയ ഐലൻഡ്. ക്യാമറയിൽ എത്രമാത്രം അത് ക്ലിയർ ആവണമെന്ന് അറിയില്ല. പോരാണ്ട് ഈ അലൻസേറിൻ്റെ വിൻഡോ ഗ്ലാസ് നിങ്ങൾക്ക് നോക്കുകയാണോ, ഫുൾ സ്ക്രാച്ചാണ്. മൊത്തത്തിൽ ഈ ഫ്ലൈറ്റ് ഒട്ടും മെയിൻ്റനൻസ് ഇല്ല. അതൊക്കെ പറയാൻ പോയാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ, പണ്ട് കാര്യമില്ല. സോ അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിലേക്ക് ഏകദേശം ലാൻഡ് ചെയ്യാറായി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അഗത്തി ഐലൻഡിലാണ് നമ്മുടെ ലക്ഷദ്വീപ് എയർപോർട്ടുള്ളത്. പിന്നെ ഫ്രണ്ട്സ്, ഈ അഗത്തി എയർപോർട്ടിന് വേറൊരു പ്രത്യേകത. നമ്മുടെ വേൾഡിൽ മൊത്തത്തിൽ ഏകദേശം ഒരു 30,000+ എയർപോർട്ട്സ് ഉണ്ട്. അതിൽ 9th പൊസിഷനാണ് നമ്മുടെ അഗത്തി എയർപോർട്ടിന്. എന്താണെന്നറിയോ? ദി മോസ്റ്റ് ഡേഞ്ചറസ് എയർപോർട്ട്. ടോപ്പ് 10 വരുന്നതാണ്. ഫസ്റ്റ് നമ്മുടെ നേപ്പാളിലാണ് ലുക്ല എയർപോർട്ട്. അത് കഴിഞ്ഞ് 9th പൊസിഷനാണ് നമ്മളിപ്പോൾ ചെന്ന് ലാൻഡ് ചെയ്യാൻ പോകുന്ന എയർപോർട്ടിൽ. സോ അങ്ങനെയും ഒരു പ്രത്യേകതയുണ്ട്. നോക്കുക, നമുക്ക് അവിടെ ലാൻഡൊക്കെ കാണാൻ നമ്മൾ ബോട്ടുകളൊക്കെ കണ്ടു തുടങ്ങി. ആൻഡ് നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്.
ഫ്ലൈറ്റ് ജേർണിയിൽ ലാൻഡ് ചെയ്തതിൽ ഏറ്റവും കിട്ടിലൊരു ലാൻഡിങ് ആയിരുന്നു. ലിറ്ററലി നമ്മൾ കടലിലേക്ക് ലാൻഡ് ചെയ്യണ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഇതൊരു ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ടും ഇടയ്ക്ക് വെച്ച് നല്ലോണം ടർബുലൻസും ലാൻഡിങ് ഒരുമാതിരി ഇടിച്ചിറക്കണ പോലത്തെ ലാൻഡിങ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ലക്ഷദ്വീപിലെ അഗത്തി എയർപോർട്ടിൽ നമ്മൾ കാല് കുത്തിയേക്കാണ്. സോ ഇതാണ് നമ്മളൊന്ന് അലയൻസ് എയറിൻ്റെ ATR ഫ്ലൈറ്റൊക്കെ പരശോകമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ മെയിൻ്റനൻസ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആ ഫ്ലൈയിങ് ടൈം വ്യൂ ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ബാഗേജൊക്കെ ക്ലെയിം ചെയ്യണം. ലക്ഷദ്വീപ് എയർപോർട്ട് ഭയങ്കര ഒരു കുട്ടി എയർപോർട്ടാണ്. ഭയങ്കര ചെറിയൊരു സ്പേസാണ്. അത്രയുള്ള ട്രാഫിക് എവിടെ ഉള്ളൂ. ഡെയിലി എനിക്ക് തോന്നുന്നു 2-3 ഫ്ലൈറ്റ്സ് എന്തോ ഇങ്ങോട്ട് ഉള്ളൂ. എല്ലാം മോർണിംഗിൽ തന്നെയാണ്. അതിനുശേഷം പിന്നെ വേറെ അങ്ങനെ വലിയ ട്രാഫിക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇനി നമുക്ക് നമ്മുടെ ബാഗേജ് കളക്ട് ചെയ്യണം. സോ ഇവിടെ അറൈവൽസിൽ അവർ നമ്മുടെ ലക്ഷദ്വീപ് പെർമിറ്റിൽ ഒരു സീലൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ അവരത് അവിടെ എൻട്രിയും ചെയ്യുന്നുണ്ട്. എന്തായി സെറ്റല്ലേ? സെറ്റ് ബാഗിന് വേണ്ടി വെയിറ്റിംഗ്. നമ്മളിനി ബാഗിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. സൂപ്പർ എക്സൈറ്റഡ്. അപ്പം ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ബാഗൊക്കെ ക്ലെയിം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഭയങ്കര ചെറിയ എയർപോർട്ടാട്ടോ. അത് നോക്കി ഇത്ര ഉള്ളു വലിപ്പം. എങ്ങനെയുണ്ടായിരുന്നു അറിയില്ലേ? എങ്ങനെയായിരുന്നു നമ്മുടെ എയർപോർട്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളി. ഭയങ്കര വെയിലാണ്. വെയിലുണ്ട്, ചെറുതുണ്ട്. ഇത് സൺസ്ക്രീനിലൊന്നും നിൽക്കത്തില്ല. ഇത് ഇവിടെ എയർപോർട്ട്, അവിടെയും ബീച്ച് ഇവിടെയും ബീച്ച്. അടിപൊളി. എന്തായാലും കൊള്ളാം. നമ്മുടെ ഇനി ഗൈഡല്ല, നമ്മുടെ ആ പുള്ളി വന്നോ എങ്ങനെയാണാവോ എന്നോ. അപ്പോൾ ഗൈസ് സെറ്റല്ലേ? നമ്മളിതേ ബാഗൊക്കെ എടുത്ത് ക്ലെയിം ചെയ്ത് ഒരു ചെറിയ എയർപോർട്ടിൽ നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ട്. നമ്മുടെ പുള്ളി അവിടെ വണ്ടി അറേഞ്ച് ചെയ്യാൻ പോയത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ റൂമിലേക്ക് ഇനി പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അഗത്തി ഐലൻഡിലാണ് നമ്മൾ ലാൻഡ് ചെയ്തേക്കണത്. അഗത്തി ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7-8 കിലോമീറ്റർ റേഡിയസിലുള്ളതാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടനോട് നമ്മൾ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് പോകുമായിരുന്നു. ഇവർക്ക് പെട്രോളും കാര്യങ്ങളൊക്കെ റേഷനാണ്. ഇവരുടെ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്നത് ഡീസൽ ജനറേറ്റർ പവർ പ്ലാന്റാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരു വളരെ കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമ്മൾ കേട്ട് നമ്മളിങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. ഇവിടെ പോകുന്ന വഴി ഫുൾ തെങ്ങുംതോപ്പാണ് ഇവരുടെ. ലക്ഷദ്വീപിൻ്റെ മെയിൻലി ഒരു കോക്കനട്ട് ഫീൽഡാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൻ്റെ ഏരിയയിൽ എത്തി. ഇവിടെ അത്യാവശ്യം നമ്മൾ മുന്നേ ഇവിടെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാകുന്നു. അത്യാവശ്യം നല്ലൊരു ഏരിയയിലാണ് നമ്മുടെ റൂം ഉള്ളത്. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ നമ്മളിനി ചെക്ക് ഇൻ ചെയ്തിന് നമ്മൾ ഈവനിങ് ആകുമ്പോൾ ഒന്ന് നമ്മൾ ഇറങ്ങും. അതിന് നമ്മൾ ചെറിയ ഐലൻഡ് ഹോപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം ഒന്ന് സെറ്റായിട്ട് നമ്മളിനി ഈവനിങ് കാണാം ഗൈസ്. നമ്മൾ നേരത്തെ നമ്മളൊരു ഉച്ചയായപ്പത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ സെറ്റിൽ ഒന്ന് ഉറങ്ങി ഫ്രഷായി. ഇപ്പോൾ ഒരു 4:45 നമ്മളൊന്ന് ഐലൻഡ് ടൂറിന് പറഞ്ഞ് ഇറങ്ങിയേക്കുവാണ്. അപ്പം ഇതാണ് നമ്മൾ താമസിച്ച വീട്. നേരത്തെ കാണിച്ച ഈ കിടിലൻ സെറ്റപ്പാണ്. കിടിലൻ ഫുഡായിരുന്നു. അതൊന്നും ആക്ച്വലി എടുക്കാൻ പറ്റിയില്ല. നല്ല വിശപ്പും ടയേർഡും ആയിരുന്നു വന്ന് കാലത്ത് നേരത്തെ എഴുന്നേറ്റതിൻ്റെ ഒരു ഇത്. ഇപ്പം നമ്മൾ പോണേണ്. നമ്മൾ ഇവിടുന്ന് പാക്കേജ് എടുത്തേക്കണം. നമ്മൾ ട്രിപ്പ് അൺടോൾഡ് വഴിയാണ്. അവരുടെ പാക്കേജാണ് എടുത്തത്. നമ്മൾ 4 nights ആണുള്ളത്. ഇന്ന് ഐലൻഡ് ടൂറും കാര്യങ്ങളൊക്കെ. ബാക്കി വേറെ പരിപാടിയൊക്കെ കിടലാനായിട്ടുള്ള പരിപാടികളൊക്കെ കമ്മിങ് ഡേയ്സ്. നാളെ നമ്മളൊരു ഫുൾ ഡേ സ്നോർക്കലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ ഐലൻഡ് മൊത്തത്തിലൊരു 7 കിലോമീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ ഫുള്ള് കറങ്ങാൻ. അപ്പം എന്തായാലും അടിപൊളി. എനിക്ക് തോന്നുന്നു ഇവിടെ വരുമ്പോഴും പാക്കേജൊക്കെ എടുത്ത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്യാൻ കുറച്ച് പണിയാണ്. ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്യാം. നമുക്കിനി അഗത്തി ഐലൻഡ് കാണാൻ പോവാം ഗൈസ്. സെറ്റല്ലേ? യെസ്, നമ്മളിനി ഐലൻഡ് കാണാൻ പോവാണ്. നമ്മൾ ചേട്ടൻ നമ്മൾ ഫസ്റ്റ് എങ്ങനെ പോണേ? വെസ്റ്റേൺ ജെട്ടി. അവിടെ എന്താണ്? ബോട്ട് ജെട്ടി ആണോ?
ഓക്കേ. നേരത്തെ റൂമിൽ തന്നെ അങ്ങോട്ട് ഒന്നും ഇറങ്ങിയില്ല. ഇവര് പോയായിരുന്നു ഇവിടെയൊക്കെ അല്ലേ? വരാല്ലേ? ഓ അടിപൊളി വ്യൂ ആണല്ലോ. ഇവിടെ നിന്നാണോ മറ്റേ കവരത്തേക്കൊക്കെ പോണ ഷിപ്പ് ഇവിടുന്ന് ബസ്സില് പറയണ്ടേ? ഓ ഗൈസ്, നമ്മള് ഈവനിങ് സ്പോട്ട് നോക്കിയേ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മള് താമസിക്കണത് അവിടെയാണ്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവരെനിക്ക് തോന്നുന്നു ഇവിടെ നേരത്തെ തൊട്ട് മുമ്പ് വന്നായിരുന്നു. ഞാൻ വന്നില്ല, ഞാൻ ഉറക്കമായിരുന്നു. പവർ നാപ്പ്. അതെ. ഓ ഒരു രക്ഷയില്ല സ്ഥലം. ഇവിടെ കുറേ ബോട്ടുകളുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ കവരത്തി പോകണം. ബസ്സിലൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ കയറാം. എങ്ങനെയുണ്ട് ലൊക്കേഷൻ? എങ്ങനെയുണ്ട്? നൈസാണോ? രക്ഷയില്ലാത്ത സ്പോട്ടാണ്. വെറുതെ എൻജോയ് ചെയ്യാണ് ഈവനിങ് വൈബ്സ്. വെറുതെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതിപ്പോൾ നമ്മളിനി ഒരു സൺസെറ്റ് പോയിന്റ് ഒന്നുണ്ട്, അങ്ങോട്ട് പോകണതാണ്. ഇവിടെ ബോട്ടുകളൊക്കെ ഇങ്ങനെ അത് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കിടിലൻ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. നോക്കിയാൽ വെള്ളമൊക്കെ നോക്കി വെറുതെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഇന്ന് നമ്മളധികം ബീച്ചിലിറങ്ങാത്തതെന്ന് വെച്ചാൽ നാളെ ഫുൾ ടൈം നമ്മൾ ബീച്ചിൽ തന്നെയാണ്. നമ്മൾ 9 മണിക്ക് പോയിട്ട് നമ്മൾ ഒരു 5 മണിയൊക്കെ തിരിച്ചു വരുള്ളൂ. സ്നോർക്കലിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ. ഇവിടെ ഏതൊരു പഴയ ബോട്ട് കൊണ്ടുവന്നിട്ടേക്കണം. എന്തായാലും കൊള്ളാം. ഇവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ കുറവാണെന്ന് പറയേണ്ടി വരും. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാണ് ഗൈസ്. പോവാ ചേട്ടാ. ഗൈസ്, നമ്മൾ നെക്സ്റ്റ് എത്തിയേക്കണ ബീച്ച് ഇവിടെ ഒരു നോർത്ത് എൻഡിലുള്ള, അതായത് ഈ ഐലൻഡിൻ്റെ നോർത്ത് എൻഡിലുള്ള ബീച്ചിലേക്കാണ് വന്നേക്കണത്. ലഗൂൺ ബീച്ച് എന്നാണ് ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. നമ്മുടെ എയർപോർട്ട് ഉള്ളത് സൗത്ത് എൻഡിലാണെന്ന് പറഞ്ഞത്. ഇവിടെ അത്യാവശ്യം ഒരു ചെറിയ ഇങ്ങനെ ഒരു കഫേ സെറ്റപ്പൊക്കെ പോലെ ഉണ്ട്. ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ വന്ന ശ്രദ്ധിച്ചാൽ ഭയങ്കര നമ്മളൊരു ബ്രേക്കൊക്കെ എടുത്ത് ഇവിടെ വന്ന് ഇരിക്കുന്നില്ല. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. നോക്കി എന്ത് മരമാണിത്. നൈസ്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു ബീച്ചിൽ. ഞാൻ പണം കേൾക്കണമെന്നല്ല, നല്ല കാറ്റുണ്ട്. നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയിട്ട് ഇവിടെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാൻ പറ്റും. ഗ്രൂപ്പ് ഫോട്ടോ നമ്മളിങ്ങനെ സോളോ പിക്കൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കും. എങ്ങനെയുണ്ട് ബീച്ച് വൈബ്സ് ഒക്കെ? നൈസാണോ? അയ്യോ, എല്ലാവർക്കും ക്ഷീണമെന്ന് തോന്നുന്നുണ്ടോ? എനർജി എല്ലാവർക്കും. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ കഫേയിൽ ചായയൊക്കെ കുടിച്ച് അവിടുത്തെ ഒരു പ്രത്യേകമായിട്ട് ഫിഷ് കട്ട്ലറ്റ്, ലഗൂൺ കട്ട്ലറ്റ് എന്നാണ് നമ്മളതിന് പേരിട്ടത്. അതൊക്കെ കഴിച്ച് നമ്മൾ കടലിലെ തിര എണ്ണി ഇങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഭയങ്കര ഒരു അടിപൊളി പീസ്ഫുൾ വൈബാട്ടാണ്. ഇവിടെ അങ്ങനെ ഷാക്സ് ആൻഡ് കഫേസൊക്കെ ഭയങ്കര കുറവാണ്. അതൊക്കെ ഇനി കൂടുതൽ ഇൻ ഫ്യൂച്ചറിൽ വരുമായിരിക്കാം. സോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇനി അടുത്ത സ്പോട്ടിൽ മൂവ് ചെയ്യണം. ഇതിൻ്റെ സൺസെറ്റ് പോയിൻറ്റും കൂടെ ഉണ്ട് കാണാൻ. അത് ഇനി സൺസെറ്റ് കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ലെറ്റ്സ് സീ. ഇവിടെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അവിടെ വരുന്നു. നമ്മുടെ ചേട്ടൻ അടുത്ത എങ്ങോട്ട് പോകണം? അന്താം ബീച്ച്.
ഗൈസ് നമ്മൾ ശരിക്കുള്ള സൺസെറ്റ് പോയിന്റിൽ എത്തിയില്ല. അതിന് മുമ്പ് സൂര്യൻ താഴത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ വഴിയിൽ വെച്ചുള്ള ഒരു ഓൺ ദ വേയിലൊരു പോയിന്റ് ഉണ്ട്. ഇപ്പം നിർത്തുകയാണ്. ഓ നല്ല രസമുണ്ട്. ഇപ്പോൾ അതേ അവിടെ ഇങ്ങനെ താഴ്ന്നു. പക്ഷേ ഈ സ്ഥലം വേറെ വൈബാണ്. നമ്മുടെ ആ പോയിന്റിലേക്ക് കുറച്ചുകൂടി ദൂരമുണ്ട് എയർപോർട്ടിൻ്റെ അവിടെ നിന്ന്. നമ്മളിവിടുന്ന് ഇങ്ങനെ സൺസെറ്റ് വന്നാലും നമ്മൾ പോയിട്ടില്ല. അവിടെ ഇവിടെ വെറുതെ അടിപൊളി ലൊക്കേഷൻ. ഇതെങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇവിടെ നമ്മൾ ഫോട്ടോ എടുത്ത് തകർത്തുകൊണ്ടിരിക്കണേ. രക്ഷയില്ല. എന്തായാലും നമുക്ക് സൺസെറ്റ് പോയിന്റ് മിസ്സായപ്പോൾ അതിനേക്കാളും വൈബ് സ്പോട്ട്. ഇത് രസമാണ്. നോക്കിയ ബ്ലൂയിഷ് ഒരു രക്ഷയില്ലാത്ത. ഇത് എവിടെ വെച്ചാലും ഇവിടെ ഫ്രെയിമാണ്. ഗായ്സ് എങ്ങനെയുണ്ട് വൈബ്? കിട്ടില്ല സ്ഥലമല്ലേ? അടിപൊളി ഒരു രക്ഷ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചും കൂടെ നീങ്ങി. ഇതാണ് ശരിക്കും സൺസെറ്റ് പോയിന്റ്. സൺസെറ്റൊക്കെ ആയി. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്പോട്ടിൽ വന്നേക്കണം. ഇവിടെ ചെറിയൊരു പാർക്ക് പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ വൈബാണ്. ഊരാലാടുകയാണോ? ഇതെന്ത് ഊരാലാണോ? പൊട്ടോ? ഓ വേണ്ട. ഇന്നത്തെ വീഡിയോ നമ്മൾ ഐലൻഡൊക്കെ ഇവിടെ കുറേ നമ്മൾ ഊഞ്ഞാലൊക്കെ ആടി. നമ്മൾ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമ്മൾ പൊള്ളി സാധനങ്ങളായിട്ട് വരുന്നതാണ്. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ജിനെക്സ്, റഗില, മിന്നോ, ജെറിൽ, കിമേജ്. ബൈ ബൈ. പണ്ട് ഇവിടെ ഇപ്പോൾ ജാക്കറ്റ് ഉണ്ടാവില്ല.